ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിനം ഡിസംബർ 3-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് വിവിധ കഴിവുകളാൽ ദൈവം അനുഗ്രഹിച്ച എല്ലാവരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്പെഷ്യലി ദൈവം ചേർത്ത് പിടിച്ച ഒത്തിരി ജീവിതങ്ങൾ. മാനുഷിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ കുറവുകളോ ബലഹീനതകളോ ഒക്കെ ഉണ്ടെങ്കിലും ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് തൻ്റെ കൃപകളാൽ അനുഗ്രഹിച്ച എല്ലാ മക്കളെയും ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളികൾ നേരിടുന്നവരെ, പ്രയാസങ്ങൾ നേരിടുന്നവരെ ഒക്കെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. കർത്താവെ, ജീവിതത്തിൽ ഒത്തിരിയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഒത്തിരിയധികം വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, നീ പ്രത്യേകമായിട്ട് കൃപകളാൽ അനുഗ്രഹിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സമർപ്പിച്ച്, സവിശേഷമായ ഗുണങ്ങളാൽ നീ അനുഗ്രഹിച്ച എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വചനത്താൽ ഇന്നേ ദിവസം പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ കൂടുതൽ ശക്തിപ്പെടുത്തണമേ കർത്താവെ. വിശുദ്ധാത്മാവെ, വലിയ അഭിഷേകത്താൽ അവരെല്ലാവരും നിറയ്ക്കണമേ. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുന്ന, ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ സംരക്ഷണം അവരുടെ ജീവിതത്തിലും അവർക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകട്ടെ. കർത്താവ് നൽകുന്ന ഒരു അഭിഷേക വചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ബർത്തിമേയുസിന് കാഴ്ച നൽകുന്ന വചനഭാഗം, 10-ാം അധ്യായം 48-ാം തിരുവചനം. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ ജനസമൂഹത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ നിൽക്കുന്ന 2 ഭാഗങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുക. 2 ഇടങ്ങളിൽ, ഒന്നാണ് ഇപ്പോൾ വായിച്ചു കേട്ട വചനമാകുക. രണ്ടാമത്തേത് ഈശോ ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്തുവാനായിട്ട് പോകുമ്പോൾ ഒരു രക്തസ്രാവക്കാരി അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ച് സൗഖ്യം നേടുന്ന അനുഭവം. അതിലേക്ക് നമ്മൾ കടന്നു വരും. പ്രിയമുള്ളവർ, ഇവിടെ നോക്കിക്കേ, ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് ജന്മന അന്ധനായിരുന്ന ഈ ബർത്തിമേയുസ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുക, ദൈവമേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അവന്റെ ജീവിതത്തിന്റെ അന്ധത മാറ്റുവാൻ പല വഴികളും അവൻ അന്വേഷിച്ചിട്ടുണ്ടാവും. പക്ഷേ അവന്റെ മുന്നിൽ ഒരു ജീവിതവും വെളിച്ചം വീശിയില്ല. യേശു കടന്നു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറയുന്നു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ജനസമൂഹത്തിന്റെ ആരവങ്ങൾക്കിടയിലും ഓർക്കണം, ഈശോയുടെ പ്രത്യേകതയാ. സമൂഹം മാറ്റി നിർത്തിയവരെ, ഒറ്റപ്പെട്ടു പോയവരെ, അവഗണിക്കപ്പെട്ടവരെ, സമൂഹം ചുങ്കക്കാരെന്ന് വിധി എഴുതിയവരെ, രോഗികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെയൊക്കെ കർത്താവ് പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ സഖ്യവുസേ, ചുങ്കക്കാരനെ പേര് ചൊല്ലി വിളിക്കുക, അവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. ഇവിടെ ബർത്തിമേയുസിന്റെ നിലവിളിക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരമാ. അവൻ അവിടെ നിന്നു. അവൻ നിന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു കുറവുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു ബലഹീനതയുണ്ടോ? ഒരു പോരായ്മയുണ്ടോ? ഒരു പരിമിതിയുണ്ടോ? നീ ദൈവത്തെ വിളിച്ചാൽ സമൂഹത്തിന്റെ നടുവിൽ നിന്ന്, ജനസമൂഹത്തിന്റെ ആരവങ്ങൾക്കിടയിൽ നിന്ന് നിന്റെ സ്വരം കേൾക്കുവാൻ പാകത്തിന് ദൈവം നിന്റെ മുൻപിൽ നിൽക്കുന്നേ. അത്രത്തോളം യു ആർ സ്പെഷ്യലി ചോസൺ. നീ അത്രത്തോളം പ്രത്യേകമായി വിളി സ്വീകരിച്ച വ്യക്തിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവം നിന്നു, അവനെ അടുത്തേക്ക് വിളിക്കുക. അവൻ അടുത്തേക്ക് വിളിച്ചു, അവന്റെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ്, അവൻ ആവശ്യമായ കൃപകൾ നൽകുകയാണ്. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ ജീവിതത്തിൽ തമ്പുരാൻ എപ്പോഴും സമൂഹം മാറ്റി നിർത്തിയവരെ സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന ഒരു ജീവിതം സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുകയാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാ. സമൂഹത്തിലെ ഉന്നത നിലയിലുള്ളവർക്ക് നീ എന്തു ചെയ്തു എന്നല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഞാൻ നഗ്നനായി വന്നു, ഞാൻ പരദേശിയായി വന്നു, ഞാൻ ദാഹിക്കുന്നവനായി വന്നു, ഞാൻ ഇന്ന കുറവുകളുള്ളവനായി വന്നു. കുറവുകളുള്ളവരെ
നീ എങ്ങനെ നേരിടുന്നു, എങ്ങനെ നീ അവരെ സമീപിക്കുന്നു എന്ന് കർത്താവ് അന്ത്യവിധിയിൽ സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കണമെങ്കിൽ ദൈവം ചോദിക്കുന്നു. ഈ ഒരു ചോദ്യത്തിന് നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ഉത്തരം കൊടുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം. കൂടെയുള്ളവരെ പരിഗണിക്കുന്ന ഒരു ജീവിതം കർത്താവ് അതല്ലേ കാണിച്ചു തന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് പറയും, നീ ഒറ്റപ്പെട്ട വ്യക്തി അല്ലെന്നേ. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും നീ അധികമായി സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാ. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടില് ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടില് ഒരു 4-5 മക്കളുള്ള ഒരു വീട്ടില് ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രോഗം, ഒരു ശാരീരിക പരിമിതി ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ കുടുംബത്തിൽ ആ കുഞ്ഞിനെയാണ് അപ്പനും അമ്മയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പനും അമ്മയും ഏറ്റവും കൂടുതൽ കരുതുന്നത് ആ കൊച്ചിനെയാന്നേ. നമ്മൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ള പരിഗണനയേക്കാൾ അധികമായിട്ട് ഈ കുഞ്ഞിനെ, ഈ മകനെ, ഈ മകളെ കർണമാര് കൂടുതൽ സ്നേഹിക്കുന്നു. ചില വീടുകളിലെങ്കിലും പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനം, വിൻസെൻഷൻ സഭയുടെ വലിയൊരു ആത്മീയ ശുശ്രൂഷയായി പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ, ഞങ്ങൾ ഭവന സന്ദർശന വേളകളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും ബലഹീനതകളൊക്കെയുള്ള കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന മാതാപിതാക്കള്. ചിലർ പറയാ, അച്ഛാ ധ്യാനം കൂടാൻ വരാൻ പറ്റുകയല്ലോ കേട്ടോ, ഞങ്ങളിൽ ആരെങ്കിലും വീട്ടിലിരിക്കണം, കൊച്ചിനെ നോക്കാനുണ്ട്, കുഞ്ഞിനെ നോക്കാനുണ്ട്. പ്രിയമുള്ളവരെ, എന്നിട്ട് ചിലപ്പോൾ പറയാ, അച്ഛാ ധ്യാനത്തിന്റെ അവസാന ദിവസം ഞങ്ങൾ കൊച്ചിനെ ഒന്ന് കൊണ്ടുവരും, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, എത്ര സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ നോക്കുക. ചില മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഈ കുഞ്ഞു വന്നതിന് ശേഷമാ വീട്ടിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങിയത്. സങ്കടമുണ്ട്, വിഷമമുണ്ട്, കാരണം പല കാര്യങ്ങളും ഞങ്ങൾ മാറ്റിവെച്ചിട്ടാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഇതാ കർത്താവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ഈ കുഞ്ഞിലൂടെയാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു വ്യക്തിയെ പോലും മാറ്റി നിർത്തുന്നവനല്ല, എല്ലാവരും ചേർത്ത് നിർത്തുന്നു. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു കുറവുണ്ടെങ്കിൽ, നിനക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ, നിനക്കൊരു പോരായ്മയുണ്ടെങ്കിൽ ദൈവം നിന്നെ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 43-ാം അധ്യായത്തിലെ വളരെ മനോഹരമായ ഒരു വചനഭാഗമാണ് 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരിയധികം സ്പർശിച്ചിട്ടുള്ള, ജീവിതത്തിൽ അനേകർക്ക് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള, കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു വചനഭാഗമാണ്. നമുക്കൊന്ന് കേൾക്കാം. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിനക്ക് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നൽകുന്ന ഒരു ഉറപ്പാന്നേ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ, ദൈവം നിന്നെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് പറയാ, മോനെ മോളെ, നിന്റെ കൂടെ ഞാനുണ്ട് കേട്ടോ. അതൊരു ശക്തിപ്പെടുന്ന വചനമാണ്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് യാതൊന്നും തോന്നുകയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, ഒരു പരാജയത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ, ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ, പ്രത്യേകിച്ച് ഞങ്ങള് കോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാ. പ്രിയമുള്ളൊരു ധ്യാനത്തിന്റെ ആരംഭ ദിവസങ്ങളിലൊക്കെ വളരെ കഠിനമായ സങ്കടത്തോടെ, വേദനയോടെ കടന്നു വരുന്നവര്, എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തില് ഇതാ കടന്നു വരുന്നവര്, ഇതാ ദൈവത്തിന്റെ ഒരു സ്പർശനം അനുഭവിച്ചു കഴിയുമ്പോൾ വരുന്ന മാറ്റം കാണണം. പ്രിയമുള്ള സഹോദര സഹോദരി, കർത്താവ് നിന്നോട് പറയും, നീ വെറുതെ ദൈവത്തിന്റെ അടുത്ത് വന്നൊന്ന് ഇരുന്നാ മതി. നിന്റെ ജീവിതത്തിൽ ചില കുറവുകളിലൂടെയോ ബലഹീനതകളിലൂടെ ഒക്കെ നീ കടന്നു പോവുക, നീ പേടിക്കണ്ടെന്നേ. നീ വെറുതെ ദൈവത്തിന്റെ അടുത്ത് വന്നൊന്ന് ഇരുന്നാ മതി. ഒരിക്കലുണ്ടല്ലോ, പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ, പ്രിയമുള്ളവരെ, ഈ ബൈബിൾ കൺവെൻഷനിൽ മാതാപിതാക്കളെ കൊണ്ടുവിടാനായിട്ട് ഒരു സഹോദരൻ വന്നു. ഈ മാതാപിതാക്കള്, ഈ അമ്മ ഈ മകന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാ. അതാണ്ട് കേരളത്തിലെ ഒരു 6-7 ഡി അഡിക്ഷൻ സെന്ററിലെങ്കിൽ ഈ മകനെ കൊണ്ടുപോയിട്ടുണ്ട്. വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബം ഈ മകനെ ഓർത്തുകൊണ്ട് മാത്രം ഈ അമ്മയെ കൊണ്ടുവിടാൻ വന്ന ഈ മകൻ, പ്രിയമുള്ളവരെ, വെറുതെ ധ്യാന കേന്ദ്രത്തിന്റെ ഏറ്റവും പുറകിലത്തെ ഒരു കസേരയിൽ വെറുതെ ഇരിക്കുക,
വെറുതെ ഇരുന്നു കൊണ്ട് ശുശ്രൂഷകൾ യാതൊരു താല്പര്യമില്ല. വൈകുന്നേരം അമ്മയെ കൂട്ടിക്കൊണ്ട് പോകണം. എന്നാ ഇന്ന് തിരിച്ചു പോകണ്ട, വെറുതെ നീ അവിടെ നിന്ന് ഇരിക്കടാന്ന് അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയെ മുന്നിലേക്ക് പറഞ്ഞു വിട്ട് ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുറകിലുള്ള ഒരു കസേരയിൽ ഈ മകൻ ഇങ്ങനെ വെറുതെ ഇരിക്കുക. പ്രിയമുള്ളവരെ, 6-7 ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടും ഇതുവരെ മദ്യപാനം മാറിയിട്ടില്ല. വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന കുടുംബം ഈ മകനെ ഓർത്ത് എല്ലാം നഷ്ടപ്പെട്ട് ഒരു സന്തോഷം പോലും ജീവിതത്തിൽ അനുഭവിക്കാതെ ഇങ്ങനെ വലിയ ഒരു നിരാശയിലൂടെ കടന്നു പോകുന്ന ഈ മകൻ, പ്രിയമുള്ളവരെ, ഈ മകൻ ഇങ്ങനെ ഏറ്റവും പുറകിലിരിക്കുന്ന സമയത്ത് ധ്യാന കേന്ദ്രത്തിലെ കൺവെൻഷന്റെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. പ്രിയമുള്ളവരെ, ഈ ഈരടികൾ ഇങ്ങനെ ആവർത്തിച്ച് കരഘോഷത്തോടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലൊന്നും യാതൊരു താല്പര്യവും ശ്രദ്ധയും ഇല്ലാതിരുന്ന ഈ സഹോദരന്റെ കാതുകളിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ ദൈവമല്ലേ, നീ എൻ്റെ സ്വന്തമല്ലേ, ഈ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കേട്ട് ഈ ധ്യാനത്തിന്റെ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ശുശ്രൂഷകൾക്കായിട്ട് ഈ മകൻ വരുന്നു. നീണ്ട നാളുകൾ ഈ അമ്മ ഈ മകന് വേണ്ടി കുടുംബം പ്രാർത്ഥിക്കുന്നത് മദ്യപാനം മാറാനാ, ഈ ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ മാറാനാ, ഇവന്റെ ബലഹീനതകൾ മാറാനാ, ഇവൻ മൂലം ഭവനത്തിലെ നാട്ടിൽ ഇവർക്കുണ്ടായിട്ടുള്ള പേരുദോഷങ്ങളൊക്കെ മാറാനാ. പ്രിയമുള്ളവരെ, ഇദ്ദേഹം ഈ ഒരൊറ്റ പാട്ടിന്റെ ഈരടികൾ, കർത്താവിന്റെ വചനം കേട്ടോ, അത് ശക്തിപ്പെടുന്ന വചനം, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ, കരയരുതേ, നീ എൻ്റെ കൺമണിയല്ലേ, എൻ്റെ സ്വന്തമല്ലേ. ഈ വരികൾ ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ അസ്വസ്ഥതകളെ ദൈവം എടുത്തു മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണോ? സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? പരാജയ ഭീതി നേരിടുന്ന ഒരു വ്യക്തിയാണോ? ഏതെങ്കിലുമൊക്കെ ബലഹീനതകളിലൂടെ, ശാരീരികമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ബലഹീനതകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? കർത്താവ് നിന്നെ അധികമായിട്ട് സ്നേഹിക്കുന്നു. നിനക്കൊരു കുറവുണ്ടെങ്കിൽ ഈശോ നീ വിളിച്ചാൽ അവിടെ നിൽക്കും. നിനക്കൊരു സങ്കടമുണ്ടെങ്കിൽ, നിനക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, നീ കരഞ്ഞ് കണ്ണുകൾ ഉയർത്തി കർത്താവിനെ വിളിച്ചാൽ നിന്റെ വിളിക്ക് ദൈവം ഉത്തരം നൽകാതെ പോവില്ല. ഇതാ, നീണ്ട നാളുകൾ രക്തസ്രാവത്താൽ വേദനിച്ചിരുന്നവൾ, അവളിതാ തമ്പുരാന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് വേണ്ടി അവൻ നിൽക്കുകയാ. അവൾക്ക് വേണ്ടി അവൻ നിൽക്കുകയാ. സൗഖ്യത്തെ സ്ഥിരീകരിച്ചു കൊടുക്കുവാൻ, അവളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ ഈശോ നിൽക്കുകയാ. ഈശോ സുവിശേഷത്തിൽ നിന്നിട്ടുള്ള ഭാഗങ്ങൾ ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ, തൻ്റെ മുൻപിൽ വേദനയോടെ, കണ്ണുനീരോടെ, സങ്കടത്തോടെ ഓടി അണയുന്ന സമൂഹം മാറ്റി നിർത്തിയവരുടെ മുൻപിലേ ഈശോ നിന്നിട്ടുള്ളൂ. കുഷ്ഠരോഗി വന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ സൗഖ്യം നൽകണമേ. ഈശോ അവന്റെ മുൻപിൽ നിൽക്കുകയാ, അവന് സൗഖ്യം നൽകുകയാ. കർത്താവ് നിന്നിട്ടുള്ളത് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന സമൂഹം മാറ്റി നിർത്തിയവരുടെ മുൻപിൽ, വേദനിക്കുന്നവരുടെ മുൻപിൽ, ഒറ്റപ്പെട്ടവരുടെ മുൻപിൽ. എന്നിട്ട് കർത്താവ് പറയുന്ന വലിയൊരു സ്നേഹത്തിന്റെ സന്ദേശമുണ്ട്. ദൈവസ്നേഹം എന്നതുപോലെ തന്നെ കൃപയായി, അഭിഷേകമായി നീ സ്വീകരിക്കണം. ഇതാ, കൂടെയുള്ളവരെ സ്നേഹിക്കുക എന്ന ദൈവകൽപ്പനയെ. ഒരു നാണയത്തിന്റെ 2 വശം പോലെ മോശയിലൂടെ പിതാവായ ദൈവം നൽകിയ 10 കൽപ്പനകളെ പുത്രനായ യേശു ക്രിസ്തു സ്നേഹത്തിന്റെ 2 പ്രമാണങ്ങളായിട്ട് ചുരുക്കി എഴുതുമ്പോൾ, ഒരു നാണയത്തിന്റെ ഇരുവശം എന്നതുപോലെ ദൈവത്തെ സ്നേഹിക്കണം, കൂടെയുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ സമൂഹം ഒറ്റപ്പെടുത്തിയവരെ, അതല്ലേ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, നിനക്ക് തിരിച്ച് സഹായം നൽകുമെന്ന് കരുതുന്നവരെ അല്ല നീ സ്നേഹിക്കേണ്ടത്, നീ വിരുന്നിന് ക്ഷണിക്കേണ്ടത് നിന്നെ തിരിച്ചു വിളിക്കാൻ കെൽപ്പുള്ളവരെ അല്ല, മറിച്ച് ഇതാ സങ്കടപ്പെട്ടു നിൽക്കുന്നവരെ, വേദനിച്ചു നിൽക്കുന്നവരെ, ഒറ്റപ്പെട്ടു പോയവരെ നീ ചേർത്ത് പിടിച്ച് സ്നേഹിക്കണം. നീ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിഷ്കളങ്കമായ ഇവരുടെ സ്നേഹം, നിഷ്കളങ്കമായ ഇവരുടെ ജീവിതം, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അതിലൂടെ അനവധിയാണ്. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് സ്പെഷ്യലി ചലഞ്ചറായിട്ടുള്ള മക്കൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ പ്രാർത്ഥിക്കുവാനും അവരോടൊപ്പമായിരിക്കുവാനും ഒക്കെ പല ആവർത്തി സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോണ്ടല്ലോ, ഈ മക്കളൊക്കെ ഇങ്ങനെ ഓടി വരും. അവരെ ശുശ്രൂഷിക്കുന്നവര്, അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുന്ന ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സൊക്കെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാ. പ്രിയമുള്ളവരെ, നിഷ്കളങ്കരായ മക്കള്, പാപപങ്കിലം ലേശമില്ലാത്ത മക്കള്, പാപത്തിന്റെ ഒരു ചിന്ത പോലും ജീവിതത്തിൽ ഇല്ലാത്ത മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒത്തിരിയധികം നല്ല സ്ഥാപനങ്ങളും അവയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനവധി ആളുകളെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛാ, ഇവരുടെ കൂടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ
നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവ് എടുത്തു മാറ്റും. കാരണം ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ ഇവരുടെ വാക്കുകൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ഇവരുടെ ഭാഷ ശരിക്കും മനസ്സിലാവില്ല. പക്ഷേ ദൈവസന്നിധിയിൽ ഇവരിരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുകളൊക്കെ പാടുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവരുടെ നിഷ്കളങ്കമായ ജീവിതം ദൈവം നമ്മളെ ഓർമ്മപ്പെടുന്ന ഇതാണ്: ഇവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടവരെ നമ്മൾ. സമൂഹത്തിൽ പ്രത്യേകമായ സാഹചര്യങ്ങളെ നേരിടുന്ന ഇങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം അതല്ലേ ദൈവസ്നേഹം? എന്നതുപോലെ പരസ്നേഹവും നമ്മുടെ ജീവിതത്തിൽ. ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ദൈവം നൽകുന്ന ഉത്തരം കൂടെയുള്ളവരോട് കരുണ കാണിക്കുന്നവനെന്ന്. കർത്താവ് സുവിശേഷത്തിൽ കാണിച്ചു തന്ന കരുണയുടെ സന്ദേശം അതാണ്. സമൂഹത്തിൽ ഉന്നതിയിലുള്ളവരോടല്ല കർത്താവ് കരുണ കാണിച്ചത്, മറിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും സമൂഹം മാറ്റി നിർത്തിയവരെയും ചേർത്ത് പിടിക്കുന്ന ഈശോ, അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവൻ, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവ ഈശോയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. അവൻ്റെ ജീവിതം നമുക്ക് വിലയായി നൽകിയിട്ടാണെങ്കിൽ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലൂടെ പറയുന്നു, നിന്റെ വിശ്വാസം പ്രവൃത്തിപഥത്തിലേക്ക് നീളണം. പ്രവൃത്തിപഥത്തിലേക്ക് നീളുക എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയാണ്. സഭ എന്ന് പറയുന്നത് അതാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഒറ്റപ്പെട്ടു പോയവരെ, സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നടന്നെടുക്കുവാൻ സാധിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിനക്കൊരു കുറവുണ്ടെങ്കിൽ ഈശോ നിന്നെ അധികമായി കൂടുതലായി സ്നേഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാളുകൾക്ക് മുൻപ് വായിച്ച ഒരു കൊച്ചു ലേഖനം, ഡോൺ ബോസ്കോ മാഗസിനിൽ എഴുതപ്പെട്ട ഒരു ലേഖനം. അതിൻ്റെ പേരിങ്ങനെയാണ്: പൊതിച്ചോറ് ആക്ടിവിസ്റ്റ്. തിരുവനന്തപുരം നഗരത്തിൽ ജോലി ചെയ്യുന്ന അശ്വതി എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു ലേഖനം. ഇവളൊരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അമ്മയും അനുജത്തിയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇവൾ ജോലിക്ക് പോകുമ്പോൾ ഇവളുടെ കയ്യിൽ ഒരു പൊതിച്ചോറ്, ഒരു ബിഗ് ഷോപ്പറിൽ നിറച്ചും പൊതിച്ചോറ് കൊണ്ടുപോകും. ഒരു 10-20 പാക്കറ്റ് വീട്ടിലുണ്ടാക്കുന്ന ചോറും കൊച്ചുകറികളും ഒക്കെ കൂട്ടിച്ചേർത്ത ഒരു പൊതിച്ചോറ്. പ്രിയമുള്ളവരെ, തിരുവനന്തപുരം നഗരത്തിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ, അലയുന്ന, സങ്കടങ്ങളാൽ വേദനിക്കുന്ന അനേകർക്ക് ഇതാ എല്ലാ ദിവസവും ഇവളി പൊതിച്ചോറ് കൊടുക്കും. ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഇവളിൽ നിന്നും ഭക്ഷണം വാങ്ങുന്ന ഒരമ്മയുടെ അടുത്ത് ഈ ലേഖനം എഴുതിയ ലേഖകൻ ഒരു ഇൻ്റർവ്യൂ നടത്തി. അമ്മേ, അശ്വതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ അമ്മ, പ്രായമായ അമ്മ ഇങ്ങനെ പറയുക: അശ്വതി എനിക്ക് അമ്മയാണ്, ദേവിയാണ്, ഒരു നേരത്തെ അന്നം നൽകുന്ന അന്നദാതാവാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുവാൻ, ഒറ്റപ്പെട്ടു പോയവരെ, പ്രത്യേകിച്ച് ജീവിതത്തിൽ വെല്ലുവിളി നേരിടുന്ന അനേകരെ സഹായിക്കുവാനായിട്ടുള്ള നല്ലൊരു മനസ്സുണ്ടാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള അനേകരെ ചേർത്ത് പിടിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അവിടേക്ക് ഒന്ന് കടന്നു ചെല്ലണം കേട്ടോ. അവിടേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന സഹായങ്ങൾ, നമ്മുടെയൊക്കെ ആഘോഷ അവസരങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന തുകയുടെയൊക്കെ ഒരു നല്ലൊരു സംഭാവനയൊക്കെ ചെയ്യുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിന് ഞാൻ അറിയുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയാണ്. കുഞ്ഞിൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിന് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, വൈകുന്നേരം ഞാൻ വന്നുകൊള്ളാം. അപ്പം അങ്ങനെ ആ വീട്ടിലൊന്ന് പോയി ആ കുഞ്ഞിനെ കാണാനും ഒന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് കടന്നു ചെല്ലുന്ന ഒരു സമയം. പ്രിയമുള്ളവരെ, ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ചേട്ടനും മകനും വീട്ടിലില്ല. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ഞാൻ എത്തുന്നത്. ചേച്ചി പറഞ്ഞു, അവർ ഒന്ന് പുറത്തു പോയിരിക്കും, ഇപ്പം തന്നെ വരും. അങ്ങനെ ഞാനൊരു 1/4 മണിക്കൂർ കാത്തിരുന്നു. പ്രിയമുള്ളവരെ, ഈ സഹോദരൻ ഞാൻ വന്ന കാര്യം അറിഞ്ഞ് ചേച്ചി ഫോൺ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് ഓടി വരിക. അല്പം ദൂരെയുള്ളൊരു സ്ഥലത്ത് പോയതാ. അങ്ങനെ വന്നു, ഞങ്ങൾ സംസാരിച്ചു, ആ കുടുംബം കുഞ്ഞിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. പോരാൻ നേരത്ത് ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ ഇന്ന സ്ഥലം വരെ പോയതായിരുന്നു. പോയത് എവിടെയെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഒരു പ്രത്യേകമായി സവിശേഷതകളുള്ള സ്പെഷ്യലി ചലഞ്ചറായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരിടത്തിൽ ഈ മകൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിന് അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോയതാണ് ഈ ചേട്ടനും മകനും.
ഈ കൊച്ചി ആദ്യ കുർബാന ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടോ പോയേക്കണത്. പ്രിയമുള്ളവരെ, ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ ആ കുടുംബത്തെ ഓർത്തുകൊണ്ട്. കാരണം ഇതാ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകളെ മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു കൊടുക്കുന്ന ഒരു ജീവിതം. നമുക്കും അങ്ങനെ വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എങ്കിലും പ്രിയമുള്ളവർ ഓർക്കണം, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈശോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരെ ദൈവം അനേകം വരമേൽപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ. പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമ്മൾ സ്പെഷ്യലി ചലഞ്ചഡ് ആയിട്ടുള്ള എല്ലാവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായം ഒന്നുമല്ലെങ്കിൽ ഓർക്കൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രത്യേക കൃപകളാൽ ദൈവം അനുഗ്രഹിച്ചവർ, അവരെയൊക്കെ നോക്കുന്ന മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ, ഇവരെയൊക്കെ നമ്മൾ സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. കാരണം പ്രത്യേക ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ ഇത് സാധ്യമാവുകയുള്ളൂ. എല്ലാവർക്കും അത് പറ്റില്ല. കാരണം കർത്താവിൻ്റെ പ്രത്യേകമായ കൃപയും അഭിഷേകവും അവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അവരിലൂടെ കുടുംബത്തെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഈ മകനിലൂടെ, ഈ മകളിലൂടെ ഈശോ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നിഷ്കളങ്കമായ അവരുടെ പ്രാർത്ഥനയുണ്ടല്ലോ. ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെയൊക്കെ സ്നേഹത്തോടെ ഒരുക്കി വെച്ച് ഈശോയുടെ ഒരു രൂപമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്നോ സ്നേഹത്തോടെ അറിയോ ആ രൂപമൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കണത്. ഒരു കൊന്തയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ആണെങ്കിൽ കൊന്തയ്ക്ക് അതൊക്കെ പോക്കറ്റിലേക്ക് ഇട്ടൊന്ന് മാറ്റി വെക്കിയെങ്കിലും വെക്കും. ഈ പിള്ളേരൊക്കെ ഇങ്ങനെയുള്ള നെഞ്ചത്തോട് ചേർത്ത് കയ്യിലൊക്കെ ഇങ്ങനെ ഈ കൊന്തയ്ക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം ഈശോയെ സ്നേഹിക്കുന്നവരാ, അത്രത്തോളം നിഷ്കളങ്കമായ ജീവിതം നയിക്കുന്നവരാണ് അനവധി ആളുകൾ. നമ്മൾ പ്രത്യേകിച്ച് ഇന്ന ദിവസം ഇങ്ങനെയുള്ളവരെ നമ്മൾ ഓർക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചില നന്മകൾ, ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില നന്മകൾ, അത് ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങളെ ഇവർക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കുന്നതാകാം. ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കുക. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇതാ ദൈവകൃപ ആവശ്യമുള്ള വ്യക്തിയാ. ആരാണ് എൻ്റെ സഹോദരൻ? ഇതേ നന്മ ചെയ്യുന്നവനായിട്ട് നമ്മൾ മാറുമ്പോൾ, കരുണ കാണിക്കുന്നവരായിട്ട് മാറുമ്പോൾ, കൂടെയുള്ളവർക്ക് നല്ലൊരു സ്നേഹിതനായിട്ട്, നല്ലൊരു സഹോദരനായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഇന്നേ ദിനം നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രത്യേകമായ കൃപകളാൽ ഇന്നേ ദിനത്തിലെ ശുശ്രൂഷകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. അവർ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വെല്ലുവിളികളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്, പ്രതികൂലമായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന കർത്താവെ, നിന്റെ കൃപയാൽ അവരെല്ലാവരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. തിരു രക്തത്താൽ അവരെ അഭിഷേകം ചെയ്യണമേ. സ്നേഹത്തോടെ ഇവരെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കള്, കുടുംബാംഗങ്ങള്, സഹോദരങ്ങളെല്ലാവരും സമർപ്പിക്കുന്ന കർത്താവെ, വലിയ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. അങ്ങ് സുവിശേഷത്തിൽ എല്ലാവരും ചേർത്ത് നിർത്തിയതുപോലെ ജീവിതത്തിൽ പ്രത്യേകമായ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്ന വിധത്തിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, അതിനുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ നീല മേലങ്കിയാൽ, അമ്മയുടെ കാപ്പയാൽ മക്കളെല്ലാവരും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.